മൂഡ് മാറും. സീക്രട്ട് ഏജന്റ് അരിയണ്ണനാണോ? എന്തുകൊണ്ടാണ് ബിഗ് ബോസിന്റെ ഇതിൽ ചേട്ടൻ ചെയ്യാൻ പ്ലാൻ ചെയ്തത്? ബിഗ് ബോസ് ചെയ്തപ്പോൾ ഒരുപാട് ലൈക്ക്, ഒരുപാട് കമന്റ്, നല്ല റവന്യൂ. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം. ബിഗ് ബോസ് ഞാൻ ആദ്യം ഫ്രാങ്ക് ആയിട്ട് പറയാണ്, ഈ സീസൺ തുടക്കം ഞാൻ കണ്ടിട്ടില്ല. ബാക്കി സീസൺസ് ഒക്കെ കണ്ടായിരുന്നു. ഓൾമോസ്റ്റ്. അപ്പം അങ്ങനെ കുറച്ച് പേര് അതിലുള്ള ആളുകൾ എനിക്ക് അറിയാം. അറിയുന്ന ഒരു സാധനം ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ ഞാൻ ബിഗ് ബോസ് ഞാൻ കണ്ടില്ല. വൈഫ് കാണും. ജിത്തുവായി അഡിക്റ്റ്. അത് ധോനി റിട്ടയർ ചെയ്തപ്പോൾ കരഞ്ഞു. അല്ല ധോനി ധോനി ഇല്ല ഞാൻ മനസ്സിൽ സന്തോഷിക്കുക. ചെന്നൈ സൂപ്പർ കിങ്സ് ഇനി അവിടെ മാത്രമല്ലേ കളിക്കൂ. ഇനി ചെന്നൈ സൂപ്പർ കിങ്സും എനിക്ക് ഭയങ്കര സീനാണ്. ഞാൻ മുംബൈ ഫാനാണ്. അപ്പൊ മുംബൈ ഇന്ത്യൻസ് ആയതുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സും പറ്റില്ല. പൊളിറ്റിക്സിൽ സർട്ടൻ എനിക്ക് ഒരു പാർട്ടിനും ഇഷ്ടമല്ല. ബേസിക്കലി എനിക്ക് ഒരു പാർട്ടിനോട് താല്പര്യമില്ല. പക്ഷെ ചില ലീഡേഴ്സിനോടൊക്കെ അവരുടെ സ്റ്റാൻഡിനോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റും ഇഷ്ടമുണ്ട്. ഫ്യൂച്ചറിൽ ഞാൻ എന്തായാലും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങും ചെയ്യും. എന്തുകൊണ്ടാണ് ബിഗ് ബോസിന്റെ ഇതിൽ ചേട്ടൻ ചെയ്യാൻ പ്ലാൻ ചെയ്തത്? മൂഡ് മാറട്ടെ. സീക്രട്ട് ഏജന്റ് അരിയണ്ണനാണോ? ഓക്കെ, ഇനി മുതൽ അരിയണ്ണനാണ് സംസാരിക്കുന്നത്. ഞാൻ കണ്ടന്റ് ചെയ്യും, കണ്ടന്റ് വീഡിയോസ് ചെയ്യും. അതിനകത്ത് അങ്ങനെ ഇട്ടിട്ട് പോകും. ഇപ്പൊ ഞാൻ തമ്മിൽ ഇടലില്ല, പിന്നെ ടൈറ്റിലില്ല. ഇല്ല, അത് ഞാൻ ശ്രദ്ധിച്ചു. ചേട്ടനാ കാറിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന മാത്രമേ ചിലതിൽ ഇങ്ങനെയൊക്കെ ആവും. തമ്മിൽ അങ്ങനെ വരുന്ന. അപ്പൊ പിന്നെ അങ്ങനെ ഇരിക്കും. അപ്പൊ പിന്നെ ഈ സാധനം കണ്ടന്റ് ആണ്. അപ്പൊ ഇപ്പോൾ റോബിന്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് ലൈക്സ്, ബിഗ് ബോസ് ചെയ്തപ്പോൾ ഒരുപാട് ലൈക്ക്, ഒരുപാട് കമന്റ്, നല്ല റവന്യൂ. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാം. പക്ഷെ ഇത് കണ്ടന്റിലേക്ക് മിക്സ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. ഞാൻ തമ്മിൽ ഇടാറുമില്ല, ടൈറ്റിലിനകത്തൊന്നും വെക്കാറുമില്ല. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പൈസ കിട്ടിയ അരിയാണല്ലോ വാങ്ങണേ. അപ്പൊ റൈസ് പറഞ്ഞിട്ട് 2-3 റൈസിന്റെ ചിഹ്നോട്ട് പോയി. 2-3 വീഡിയോ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് മൊത്തത്തിൽ നോക്കുമ്പോ കമന്റ് ബോക്സ് മൊത്തം അരിയണ്ണൻ. ആ കൊള്ളാലോ, നല്ല പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സീക്രട്ട് ഏജന്റ് കഴിഞ്ഞ അരിയണ്ണൻ. ശരി, അപ്പൊ പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും അരിയണ്ണനായി. പിന്നെ അങ്ങോട്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ബിഗ് ബോസ് ഞാൻ ആദ്യം ഫ്രാങ്ക് ആയിട്ട് പറയാണ്, ഈ സീസൺ തുടക്കം ഞാൻ കണ്ടിട്ടില്ല. ബാക്കി സീസൺസ് ഒക്കെ കണ്ടായിരുന്നു. ഓൾമോസ്റ്റ്. ഇപ്പൊ ഫുക്രു എന്റെ നല്ല ഫ്രണ്ടാണ്. ഫുക്രുവിന്റെ സീസൺ മൊത്തം ഞാൻ കണ്ടത്. അപ്പോ ഞാൻ ഈ സാധനം ഈ സീസൺ എത്തിയ സമയത്ത് റിയാസിനെ എനിക്ക് മുന്നേ ഇൻസ്റ്റാഗ്രാം വഴി അറിയാം. ഡോക്ടർ റോബിനെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അറിയാം. അപ്പൊ അങ്ങനെ കുറച്ച് പേര് അതിലുള്ള ആളുകൾ എനിക്ക് അറിയാം. അറിയുന്ന ഒരു സാധനം ഞാൻ വിചാരിച്ചു ഓക്കെ ഇപ്പോ ഞാൻ ബിഗ് ബോസ് ഞാൻ കണ്ടില്ല. വൈഫ് കാണും. ജിത്തുവായി അഡിക്റ്റ് ആണ്. അപ്പം എല്ലാവരും കണ്ടിട്ട് എന്നോട് ഇങ്ങനെ പറയും. അപ്പൊ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടായി. ഒരു സ്പ്രേ അടിച്ച് ഡോക്ടർ റോബിൻ പോയി, ജാസ്മിൻ എന്തോ സംഭവിച്ചു. ഞാൻ എന്ത് ചെയ്തു, അതിലൊരു വീഡിയോ ചെയ്തു. അപ്പൊ എനിക്ക് സപ്പോർട്ടിന് ഞാൻ ജിത്തുബായിനെ പിടിച്ചിരുത്തി. കാരണം ഞാൻ ഈ സാധനം കണ്ടിട്ടില്ല. ആ ഒരു വീഡിയോ പോയി, അത് ക്ലിക്കായി. നെക്സ്റ്റ് വീഡിയോ ഇട്ടു, അതിലും ജിത്തുബായിനെ പിടിച്ചിരുത്തി, അതും ക്ലിക്കായി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ശരി എന്തായാലും കുറെ സമയം സോഷ്യൽ മീഡിയയിൽ കളയാണ്. ഹോട്ട്സ്റ്റാർ എടുത്ത് വെച്ച് എല്ലാം കണ്ട് A to Z ഇരുന്ന് തപ്പി പിടിച്ചിരുന്ന് കണ്ട് ഓൾമോസ്റ്റ് എല്ലാം തീർത്ത്. പിന്നെ അങ്ങോട്ട് കറണ്ട് അപ്ഡേറ്റ്സ് എടുത്തു തുടങ്ങി. പിന്നെ അതിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ചെയ്ത് വന്നപ്പോൾ ഈ റോബിൻ പുറത്തു പോകുന്നല്ലോ. റോബിൻ പുറത്തു വന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ഫാൻസിനെ കൊണ്ട് ആറാടി. ഞാൻ നോക്കുമ്പോ വേറെ ആർക്കും ഇല്ല. വേറൊരു അച്ചീവ്മെന്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് ഇല്ല. ഷോന്ന് എലിമിനേറ്റ് ആയി പോകുന്ന ഒരാൾ, അതും മറ്റേ വോട്ടിങ്ങും കൂടി പുറത്തു പോയതും അല്ല, എലിമിനേറ്റഡ് പറഞ്ഞിട്ടാണ് എലിമിനേറ്റ് ചെയ്ത് പുറത്തു വരുന്ന ഒരാൾക്ക് ഇത്രയും ക്രൗഡ്. ഞാൻ വിചാരിച്ചു ശരി എല്ലാരും സപ്പോർട്ടല്ലേ, എന്നാ ഞാൻ പിന്നെ ഒരു കാര്യം ചെയ്തേക്കെ, എന്റെ കണ്ടന്റ് എന്തായാലും ഇതാണ്, എന്നാ പിന്നെ അങ്ങനെ തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി റോബിന്റെ ഒരു ചാടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ. അത് ഞാൻ എന്ത് ചെയ്തു, ട്രാൻസ് സിനിമയിലെ ഫാസ്റ്റിലും പാസ്റ്റും ആക്കി. എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ അങ്ങനെ കണ്ടന്റ് ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് റോബിൻ ഫാൻസ് മൊത്തത്തിൽ എന്റെ തലയ്ക്ക് എത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നല്ല പരിപാടിയാണ്, ഞാൻ ഇവിടെ ക്ലിക്കാവും. ശരി, റോബിൻ എന്നെ ഞാൻ അരി അങ്ങനെ റോബിന്റെ കുറെ അരി വാങ്ങി. പിന്നെ പേഴ്സണലി ഞാൻ ദിൽഷേനെയാണ് എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ്. അത് കഴിഞ്ഞാൽ ബ്ലെസ്ലി. ചേച്ചിക്ക് ആരാണെന്നുള്ളത് എനിക്കൊരു കൊടുത്തോളൂ മാറും. ബ്ലെസ്ലി ഇല്ലില്ല, ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാവലുണ്ട്. അത് സച്ചിനും ധോനിയും പറയുമ്പോൾ വേറെ സൈഡ്.
ഇത് പക്ഷേ എന്താ പറയാ, ഡോക്ടർ റോബിൻ എന്ന് പറഞ്ഞ ഫാക്ടർ ഞാൻ നിങ്ങൾക്ക് ഇവിടെ റിവീൽ ചെയ്യാം. ഡോക്ടർ റോബിൻ ഫാൻസ് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഓൾമോസ്റ്റ് എല്ലാ കാര്യത്തിനും മെസ്സേജ് അയക്കും. ഞങ്ങൾ തമ്മിലുള്ള ടോക്ക് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോവും. ഞാൻ സത്യം 1-2 വീഡിയോയിൽ ഞാൻ ആ വോയിസ് വെച്ചതുമാണ്, എന്നിട്ടും മനസ്സിലാവണില്ല. ഞാൻ പറഞ്ഞു ശരി ഇനി വേണ്ട, ഞാൻ റിയാക്ട് ചെയ്യും. നിങ്ങൾ എന്നെ തെറി വിളിക്കേ ചീത്ത പറയേ എന്തോ അയക്കും, ഒരു കുഴപ്പമില്ല. എൻഡ് ഓഫ് ദ ഡേ 1 റോബിന് ഫ്രീ പ്രൊമോഷൻ, 2 എനിക്ക് ഫ്രീ പ്രൊമോഷൻ, അത്രേ ഉള്ളൂ, സിമ്പിൾ. അങ്ങനെയാണ് ഞാൻ ഡോക്ടർ റോബിൻ കണ്ടൻസ് മൊത്തം ചെയ്തു പോയത്. പിന്നെ ബ്ലെസ്ലി എന്ന് പറഞ്ഞൊരു ഫാക്ടറിന്റെ മുകളിൽ ഞാൻ അങ്ങനെ എൻ്റെ പേഴ്സണാലിറ്റി, എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് അതിലൊരു പ്രശ്നവും തോന്നിയിട്ടില്ല ഇതുവരെ ബ്ലെസ്ലിന്റെ കാര്യത്തിൽ. ഒന്നാ ഒരു GPay ചാരിറ്റി ചെയ്തതിൽ മാത്രമേ എനിക്കൊരു ഇത് വന്നിട്ടുള്ളൂ. ഈ ബ്ലെസ്ലി ഔട്ടായപ്പോഴേക്കും ചേച്ചി ഇങ്ങനെ നോക്കിയ ചേട്ടനെ? അങ്ങനെയൊന്നുമില്ല. അവള് ധോനി റിട്ടയർ ചെയ്തപ്പോ കരഞ്ഞു. ധോനി റിട്ടയർ ചെയ്തപ്പോ ഭയങ്കര വീട്ടിൽ നിന്ന് കരച്ചിലായിരുന്നു പരിപാടി. ധോനി പോയി, ഇനി ധോനി ഇല്ല എന്നൊക്കെ പറഞ്ഞു. അല്ല ധോനി പോയി, ധോനി ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ സന്തോഷിക്കുക. ഓ ചെന്നൈ സൂപ്പർ കിങ്സ് ഇനി അവിടെ മാത്രമല്ലേ കളിക്കൂ. എനിക്ക് പേഴ്സണലി എന്തോ അയാളോടുള്ള പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാൻ ഈവൻ നെറ്റ്സിൽ ധോനിക്ക് ബോൾ ചെയ്തിട്ടൊക്കെ ഉണ്ട്, പേഴ്സണലി കണ്ടിട്ടും സംസാരിച്ചിട്ടും ഉണ്ട്. പക്ഷെ സ്റ്റിൽ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് എനിക്ക് സച്ചിൻ മതി. സച്ചിൻ, ബ്രണ്ടൻ മെക്കലും എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ധോനി എനിക്ക് ആക്സെപ്റ്റ് ആവണില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ചെന്നൈ സൂപ്പർ കിങ്സും എനിക്ക് ഭയങ്കര സീനാണ്. ഞാൻ മുംബൈ ഫാനാണ്. അപ്പൊ മുംബൈ ഇന്ത്യൻസ് ആയതുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സും പറ്റില്ല. അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങള്. ഹരിയണ്ണന്റെ ഏറ്റവും ഫേവറേറ്റ് ഹരി കോണ്ടന്റ് ഏതാണ്? ഫസ്റ്റ് ഏറ്റവും കൂടുതൽ ഞാൻ പിടിച്ചിട്ടുള്ള ആള് മല്ലു ട്രാവലർ. മല്ലു ട്രാവലറെ ഞാൻ വിട്ടിട്ടില്ല, ഇപ്പോഴും വിട്ടിട്ടില്ല. മല്ലു ട്രാവലറിന്റെ പിന്നാലെയാണ്. പിന്നെ ഡോക്ടർ റോബിൻ, ആറാട്ടണ്ണൻ, കുറച്ച് പേരുണ്ട് അങ്ങനെ. ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് തുടക്കം അരി ഫിറോസ് കുന്നപ്പറമ്പിലായിരുന്നു, ചാരിറ്റി അങ്ങേരായിരുന്നു. അങ്ങേരിങ്ങനെ കഴിഞ്ഞൊന്ന് തീർന്നു വന്നപ്പോഴത്തേക്ക് മല്ലു ട്രാവലറായി. പിന്നെ അതിനിടയിൽ ഞാൻ മറ്റേ കാറിന്റെ ഇഷ്യൂ വന്നു, സഞ്ജു ടെക്കിയുടെ ആ ഒരു ഇഷ്യൂ കുറച്ച് ചെയ്തു. പിന്നെ ഈബിൾ ജെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടം, അവരെ ഞാൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. സോ ഈബിൾ ജെറ്റിന്റെ കണ്ടന്റും എനിക്ക് അത്യാവശ്യം നല്ല കണ്ടന്റ്സ് ആണ്. എന്നാലും മനസ്സിൽ ഇങ്ങനെ ഒരു ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വെച്ചിട്ട് ചേട്ടൻ ആരെങ്കിലും വീഡിയോസ് ചെയ്യുമ്പോൾ ഇപ്പൊ പെട്ടെന്ന് ചേട്ടൻ ഇതിൽ റിയാക്ട് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ ആരുടെയെങ്കിലും? ഇല്ല, പൊളിറ്റിക്സ് തന്നെയാണ്. എനിക്ക് ഈ പൊളിറ്റിക്സിൽ എനിക്ക് ഒരു പാർട്ടിനും ഇഷ്ടമല്ല. ബേസിക്കലി എനിക്ക് ഒരു പാർട്ടിനോടും താല്പര്യമില്ല. പക്ഷെ ചില ലീഡേഴ്സിനോടൊക്കെ അവരുടെ സ്റ്റാൻഡിനോടൊക്കെ ഭയങ്കര റെസ്പെക്റ്റും ഇഷ്ടമുണ്ട്. അല്ലാത്ത രീതിയിൽ എനിക്ക് പ്യുവർലി താല്പര്യമില്ല, പൊളിറ്റിക്സിനോട് താല്പര്യം. പക്ഷെ ഫ്യൂച്ചറിൽ ഞാൻ എന്തായാലും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങും ചെയ്യും. അതിപ്പോൾ എന്താ പറയുക, എൻ്റെതായുള്ള തോട്ട്സ് ആളുകൾ അറിയണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി, എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്. എനിക്ക് റോഡിലെ പ്രൊട്ടസ്റ്റ് ഇഷ്ടമല്ല. കാരണം നമ്മൾ രാവിലെ റോഡിൽ ഇറങ്ങുമ്പോൾ ഇവർ നമുക്ക് വേണ്ടി റോട്ടിൽ ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ ബ്ലോക്ക് ചെയ്യും. അതിലൊരു ലോജിക്കും എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഈ കണ്ണ് കണ്ടിടത്തൊക്കെ ഫ്ലെക്സും ഫ്ലാഗും വെച്ച് പോയിട്ട് ഒരു മരിച്ച വ്യക്തി, ഓക്കെ, അതിനൊരു സഖാവാവാം, കോൺഗ്രസ്സുകാരനാവാം, BJP-കാരനാവാം, ആരോ ആയിക്കോട്ടെ, ഒരു പാർട്ടിയിൽ ഒരാൾ മരിച്ചാൽ ഫ്ലെക്സ് വെച്ച് തൂക്കുന്ന കാണാം നാട്ടിൽ മൊത്തം. ഈ ഫ്ലെക്സ് ഒരു 5 മാസം 4 മാസം കഴിഞ്ഞാൽ വല്ലവൻ്റെ പട്ടിക്കൂടിൻ്റെ മുകളിലും ആടും കൂടിൻ്റെ മുകളിലും ഈ കാക്ക തുറ എവിടെയും കിടക്കും. വെക്കാൻ കാണിക്കുന്നത് എടുക്കാൻ കാണിക്കില്ല അവർ. ആ ഷോ മാത്രമേ ഉള്ളൂ. റോഡ് ബ്ലോക്ക് ആക്കുന്നതിനോടും താല്പര്യമില്ല. റോഡിലെ കുഴി അടയ്ക്കാൻ ആരുമില്ല. റോഡ് ബ്ലോക്ക് ആക്കാൻ 10 എണ്ണം ഇറങ്ങും. അങ്ങനത്തെ കാര്യത്തിനോടൊന്നും ഒന്നും. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ, അത്രയും പൊളിറ്റീഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഫിഗറിന് ഒരാളും ഇല്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്തിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ കുറവാണ്. എനിക്ക് തോന്നുന്നില്ല ആരും. ഇപ്പോൾ BJP കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അവരുടെ സൈബർ സെല്ല് കുറച്ചും കൂടി ആക്റ്റീവാണ്. അവർ കുറച്ചും കൂടി ഈ പറഞ്ഞ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. കേരളത്തിലൊക്കെ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ലീഡറൊന്നും ഇല്ല. ഈ ഒരു യങ് ലീഡർ ആരും ഇല്ല. ആരും സോഷ്യൽ മീഡിയേൻ്റെ ഒരു തോട്ട്സ് അവർക്ക് വരുന്നില്ല. അവർ സ്റ്റിൽ ഇപ്പോൾ എന്താ ചെയ്യണേ, കൊടിയും പിടിച്ച് നാട്ടിലിറങ്ങുകയാണ്. നേരെ മറിച്ച് അതിന് പകരം അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ അവർ അവരുടെ തോട്ട്സൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടാൽ അവരെ പാർട്ടിക്കാരും കാണും, അല്ലാത്തവരും കാണും. സോ ഞാൻ ബേസിക്കലി ആലോചിക്കുന്നത് അതാണ്, വൈ നോട്ട്, എന്തുകൊണ്ട്? അല്ല, സോഷ്യൽ മീഡിയ ഇത്രയും ഇതായിട്ട് നിൽക്കുന്ന ഇൻഎവിറ്റബിൾ ആണ് ഈ സാധനം. ഇതെന്തായാലും മാറ്റി വെക്കാൻ പറ്റില്ല. ഇതിനൂടെ സൊസൈറ്റി അങ്ങോട്ട് ജീവിച്ചു പോവാ ഒപ്പം എന്നല്ലാതെ സ്ക്രീൻ ടൈം എല്ലാവരും കൂടി, കുട്ടികൾ മുതൽ അങ്ങോട്ട് എല്ലാവരുടെയും സ്ക്രീൻ ടൈം കൂടി. സോ ഇതിനകത്ത് കൂടി മാക്സിമം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് എക്സ്പ്ലോർ ചെയ്യണം.
അല്ലാതെ ചുമ്മാ ഇപ്പോഴും കൊടിയും പിടിച്ച് പണ്ടത്തെ മാതിരി റോട്ടിലിറങ്ങി നാട്ടുകാരോട് ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് നടക്കുക അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്തെങ്കിലും ഒന്ന് വെച്ചു ഒരു നേതാവ് വന്ന് സംസാരിക്കുക, അങ്ങോട്ട് പൈസ കൊടുത്തത് കാണാൻ വിളിച്ചു കൊണ്ടുവരുന്നവരും ഉണ്ടാവും, പാർട്ടീനെ ഇഷ്ടപ്പെട്ട് വരുന്നവരും ഉണ്ടാവും. രണ്ടാളും ആരാണെങ്കിലും ആ ഒരു ചെറിയ ഗ്രൗണ്ടേ ഉള്ളൂ. നേരെ മറിച്ച് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അവരെ ഒപ്പോസ് ചെയ്യുന്നവരും കാണും, ഇഷ്ടപ്പെടുന്നവരും കാണും, ന്യൂട്രലായിട്ട് നിൽക്കുന്നവരും കാണും. അങ്ങനെയൊന്നും ആരും യൂസ് ചെയ്യുന്നില്ലല്ലോ.